ഹലോ എവറി വൺ, ഹാവ് എ നൈസ് ഡേ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വ്ളോഗിൽ ഒരു ചെറിയ ദീപാവലി ആഘോഷമാണ് കേട്ടോ. ഇന്ന് ദീപാവലി ആണെന്ന് അറിയാലോ. അപ്പോൾ ദീപാവലിയുടെ ചെറിയൊരു ആഘോഷമാണ് നമ്മളുടെ ചാനലിനകത്തുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ദീപാവലി ആയതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ എൻ്റെ പൂജാ യൂണിറ്റ് ഒന്ന് അലങ്കരിച്ചിരിക്കുന്നതാണ് കേട്ടോ. ഒരുപാടൊന്നും എനിക്ക് ഡെക്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ട് എനിക്ക് കുറച്ച് പൂക്കളൊന്നും പർച്ചേസ് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ സാധാരണ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് സീഡ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് നമ്മൾ ദീപങ്ങൾ മാത്രം കൊളുത്തി വെച്ചിട്ടായിരുന്നു ഇന്ന് ഈ പ്രാവശ്യത്തെ ദീപാവലി നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. എല്ലാ പ്രാവശ്യവും ഞാൻ പൂക്കൾ കൊണ്ടൊക്കെ നന്നായിട്ട് ഡെക്കോർ ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് കുറച്ച് തിരക്കായതുകൊണ്ട് ഞാൻ അതൊന്നും മേടിക്കാൻ എനിക്ക് പറ്റിയില്ല. പകരം നമ്മൾ കുറച്ച് സീഡ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ഫ്രൂട്ട്സും. അപ്പോൾ അങ്ങനെ പിന്നെ ദീപങ്ങളാണല്ലോ പ്രധാനമായും വേണ്ടത്. അപ്പോൾ ഞാൻ ദീപങ്ങളാണ് കൂടുതലായിട്ട് കത്തിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ സീഡ്സൊക്കെ വെച്ചിട്ട് നമ്മൾ അങ്ങനെ ഒരു ആണല്ലോ നമ്മളുടെ ഒരു റിച്വൽ. അതായത് എന്തെങ്കിലും നമ്മളൊരു നേദ്യം അല്ലെങ്കിൽ ഒരു നിവേദ്യം ഭഗവതിക്ക് അല്ലെങ്കിൽ ഭഗവാന് സമർപ്പിക്കുക എന്നുള്ളത്. അതുപോലെ നമ്മൾ കുറച്ച് സ്വീറ്റ്സ് നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഞാനിപ്പോൾ ഇന്ന് ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇങ്ങനെയാണ് നമ്മൾ പൂജാ യൂണിറ്റിൻ്റെ മുന്നിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പൂജാ യൂണിറ്റിലെ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ സിറ്റ് ഔട്ടിൽ നമ്മളുടെ പുറത്ത് നമ്മൾ ദീപങ്ങൾ തെളിയിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ നമ്മളിതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ചരാതുകളാണ് കേട്ടോ. അപ്പോൾ ഈ ചരാതുകൾ മൺചിരാതുകളിൽ നമ്മൾ സാധാരണ വിളക്കിലും ഒഴിക്കുന്ന ഓയിൽ അത് വെച്ചിട്ട് നമ്മൾ തിരിയൊക്കെ അതിനകത്തിട്ട് അങ്ങനെയാണ് നമ്മൾ മൺചിരാതാണ് നമ്മൾ ദീപം കൊളുത്താൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ സിറ്റ് ഔട്ടിൽ നമ്മൾ ഏറെക്കുറെ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഫ്രണ്ട് പോർഷനിൽ മാത്രം ഞാൻ വെച്ചിട്ട് അതൊക്കെയാണ് കേട്ടോ ഇപ്പോൾ ഞങ്ങൾ ദീപം കൊളുത്തുന്നത്. നമ്മൾ ദീപങ്ങളെല്ലാം തെളിയിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഭയങ്കര ക്ലൗഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കാലാവസ്ഥ. അപ്പോൾ നമുക്ക് ദീപങ്ങളെല്ലാം ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മളിപ്പോൾ പുറത്തൊക്കെ നമ്മൾ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ മഴ പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ കൊളുത്തുന്നതിന് മുമ്പേ തന്നെ കാറ്റിൻ്റെ പ്രശ്നം കൊണ്ട് അത് കെട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ പുറത്തൊന്നും നമ്മൾ വെച്ചില്ല, പകരം സിറ്റ് ഔട്ടിൽ മാത്രമാണ് കേട്ടോ ഞാൻ ഈ പ്രാവശ്യം വെച്ചിരുന്നത്. എന്തായാലും നമുക്ക് മഴയുണ്ട് എന്ന് പറഞ്ഞാലും ആ ഒരു ദിവസം നമുക്ക് ഇങ്ങനെ ദീപങ്ങൾ കൊളുത്താതിരിക്കുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു പ്രശ്നം തോന്നുമല്ലോ. അപ്പോൾ ഒരു പോസിറ്റീവ് വൈബാണല്ലോ നമുക്ക് ഈ ദീപാവലി നമുക്ക് തരുന്നത്. അതായത് നിറയെ ദീപങ്ങൾ കൊളുത്തി വെക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു ഹാപ്പിനെസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മഴയാണെങ്കിലും അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാതെ കുറച്ച് പോർഷനിൽ മാത്രം നമ്മൾ ദീപങ്ങൾ കത്തിച്ച് വയ്ക്കുകയാണ് ഉണ്ടായത് കേട്ടോ. പുറത്തുള്ള ദീപങ്ങളൊക്കെ ഏകദേശം നമ്മൾ തെളിയിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ക്ലൗഡി ആയിട്ടായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ അപ്പോഴത്തേനും മഴ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് മഴയുടെയും കാറ്റിൻ്റെയും ഒക്കെ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ കൊളുത്തി വെച്ച് നമ്മുടെ ആ എഫേർട്ട് വെറുതെ ആകുന്ന പോലെ ലാസ്റ്റ് എത്തിയപ്പോഴത്തേനും ഓരോന്ന് നമ്മൾ കത്തിച്ചു തുടങ്ങിയതൊക്കെ കെട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മളത് കത്തിച്ചു വെച്ചു. അതങ്ങനെ നമുക്ക് അങ്ങനെ ആ ഒരു ഡേ അങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് ഓൾറെഡി നമ്മൾ ചെയ്യാറുള്ള കാര്യങ്ങളായിരുന്നല്ലോ. അതുകൊണ്ട് ഓൾറെഡി നമ്മളത് അങ്ങനെ കത്തിച്ചു വെച്ചു. പക്ഷെ അതൊക്കെ കെട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാലും അതൊക്കെ നമ്മൾ കത്തിച്ച് വെച്ചിട്ട് കുറച്ച് നേരമെങ്കിലും അതങ്ങനെ ഇരിക്കാതെ നമുക്ക് എന്തോ ഒരു വിഷമം പോലെ തോന്നി കേട്ടോ. കുറച്ച് സമയം കൂടി അതങ്ങനെ ഇരിക്കണം എന്നുള്ളത് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത്ര സമയമൊന്നും ഞാൻ വിചാരിച്ച അത്ര സമയമൊന്നും അത് ഇരുന്നില്ല. പ്രത്യേകിച്ച് ഈ മഴയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല മിന്നലും വെട്ടലും നല്ല കാറ്റും എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ദീപങ്ങളെല്ലാം അണഞ്ഞു പോയിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ തോന്നി എന്തായാലും പുറത്തൊന്നും കുറേ സ്ഥലങ്ങളിലൊന്നും വെക്കാതിരുന്നത് നന്നായി. കുറച്ച് സ്ഥലങ്ങളിലല്ലേ നമ്മൾ വെച്ചുള്ളൂ, അത്ര എഫർട്ടല്ലേ നമ്മൾ എടുത്തുള്ളൂ എന്ന് തോന്നിട്ടോ. ഈ ദീപാവലിയുടെ പിന്നിലൊരു രസകരമായൊരു കഥയുണ്ട് കേട്ടോ. ചിലപ്പോൾ നമ്മൾ പലരും അത് കേട്ട് കാണും. ദീപാവലി അല്ലെങ്കിൽ ദീപാവലി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലൊന്നാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ മാത്രമാണ് വലുതായിട്ടൊന്നും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാത്തത് ഈ ദീപാവലി. പക്ഷേ ഈ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ കേരളം ഒഴിച്ച് ബാക്കി എല്ലാ സ്റ്റേറ്റുകളിലും, ഇപ്പോൾ തമിഴ്നാട് തൊട്ടും ബാക്കി കർണാടക, ആന്ധ്രാപ്രദേശ് അങ്ങനെ എല്ലാ സ്റ്റേറ്റുകളിലും ദീപാവലി സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻസും നന്നായിട്ട് ദീപാവലി സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ അത്ര അങ്ങോട്ട് വലിയ വ്യാപകമായിട്ടുള്ള വളരെ ചുരുക്കം പേര് മാത്രമാണ് ദീപാവലി സെലിബ്രേറ്റ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഉത്സവമാണല്ലോ, ദീപങ്ങളുടെ ഉത്സവം എന്നാണല്ലോ പറയുക. അതായത് ഇത് ഒരു സന്ദേശം നൽകുന്ന ഇരുളിൽ നിന്ന് പ്രകാശത്തിലേക്ക് എന്നുള്ളൊരു സന്ദേശമാണ് കേട്ടോ ഇത് നൽകുന്നത്. ശരിക്കും ഇതിൻ്റെ പിന്നിലുള്ള രസകരമായ കഥ എന്ന് പറഞ്ഞല്ലോ, അതൊരു ശ്രീരാമിൻ്റെ മടക്കക്കഥയാണ് കേട്ടോ. ശ്രീരാമ ഭഗവാൻ എൻ്റെ ഒരു മടക്ക കഥയായിട്ടാണ്, അയോധ്യയിലേക്കുള്ളൊരു മടക്ക കഥയാണ് അത്. അതായത് അയോധ്യയിലെ രാജകുമാരനാണ് ശ്രീരാമൻ എന്നുള്ളത് നമുക്കറിയാലോ. അപ്പോൾ അദ്ദേഹം 14 വർഷം വനവാസമൊക്കെ കഴിഞ്ഞ് ഭാര്യ സീതയോടും സഹോദരനായ ലക്ഷ്മണനോടും കൂടിയിട്ട് തൻ്റെ രാജ്യത്തേക്ക് മടങ്ങി വരികയാണ്. അപ്പോൾ അത് ശരിക്കും മടങ്ങി വരുന്നത് രാവണനെ രാമൻ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് സീത രക്ഷിച്ചു എന്നുള്ളതാണല്ലോ. അവിടെ ഒരു വിജയത്തിൻ്റെ കഥയാണല്ലോ അവിടെ വരുന്നത്. അതുപോലെ അപ്പോൾ തിരിച്ച് മടങ്ങി അയോധ്യയിലേക്ക് വന്നപ്പോൾ അയോധ്യയിലെ പ്രജകളൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. അവർ ആ രാത്രിയിൽ നഗരമൊട്ടാകെ വെളിച്ചം നിറഞ്ഞ വിളക്കുകളൊക്കെ തെളിയിച്ചുകൊണ്ടേയിരുന്നു എന്നാണ് ഇവരെ വരവേൽക്കാൻ വേണ്ടിയിട്ട്. ഈ സന്തോഷ ദിനത്തിനെയാണ് പിന്നീട് ദീപാവലി എന്ന പേരിൽ നമ്മൾ ആഘോഷിക്കാൻ തുടങ്ങിയതെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഒരു രസകരമായൊരു കഥ നമുക്കുണ്ട്. ഈ ശരിക്കും ദീപാവലി ശരിക്കും എന്തുകൊണ്ട് പ്രകാശത്തിൻ്റെ ഉത്സവം എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ, ദീപങ്ങൾ തെളിയിക്കുന്നതിലൂടെ നമ്മൾ ഇരുട്ടിനകറ്റി പ്രകാശത്തെ സ്വാഗതം ചെയ്യുന്നു എന്നാണല്ലോ പറയപ്പെടുന്നത്. ഇത് നന്മയുടെയും ജയത്തിൻ്റെയും ഒക്കെ ദുഷ്ടതയുടെയും പരാജയത്തിൻ്റെയും എന്ന സന്ദേശം നൽകുന്നു അല്ലേ. നന്മ ജയിക്കുക, ദുഷ്ടത പരാജയപ്പെടുക എന്നുള്ള ഒരു സന്ദേശമാണ് നമുക്കിതിൽ നിന്ന് ലഭിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു വിശ്വാസങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അന്ന് മഹാലക്ഷ്മി ദേവിയുടെ ജന്മദിനമായിട്ട് ഇത് ആഘോഷിക്കപ്പെടുന്നുണ്ട്, കണക്കാക്കപ്പെടുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള പല സംസ്ഥാനങ്ങളിലും ഇത് വളരെ വലിയൊരു ഉത്സവമായിട്ട് തന്നെ ആഘോഷിച്ചു വരുന്നുണ്ട്. നമ്മൾ കേരളത്തിലുള്ളവർ ഓണം ആഘോഷിക്കുന്ന പോലെ പുതിയ വസ്ത്രങ്ങൾ മേടിക്കുക, അത് അങ്ങനെയൊക്കെ മധുരങ്ങളൊക്കെ പങ്കുവയ്ക്കുക. അതുപോലെ തന്നെയാണ് എല്ലാവർക്കും ദീപാവലി എന്ന് പറയുമ്പോൾ വിളക്കുകൾ കത്തിക്കുക, പടക്കങ്ങൾ പൊട്ടിക്കുക, മിഠായികളൊക്കെ പങ്കിടുക, അതുപോലെ തന്നെ പുതിയ വസ്ത്രങ്ങൾ ധരിക്കുക, മെയിനായിട്ട് പ്രാർത്ഥിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാട്ടോ ദീപാവലിയുടെ ഒരു ആഘോഷം എന്ന് പറയുന്നത് തന്നെ. അതിൻ്റെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ, നന്മയും പ്രകാശവും എപ്പോഴും ജയിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ സന്തോഷവും സ്നേഹവും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറുമ്പോഴാണ് കേട്ടോ ആ ഒരു ഉത്സവം പൂർണ്ണമാകുന്നത്. അപ്പോൾ അതുപോലുള്ളൊരു മെസ്സേജ് നമുക്ക് ദീപാവലി തരുന്നുണ്ട്. ഞാനിതൊരു ബാലകഥ രൂപത്തിലൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതിനേക്കാട്ടിലും രസകരമായ കഥകൾ വേറെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കറിയാവുന്ന ഒരു ഐതിഹ്യം അല്ലെങ്കിൽ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഞാനത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലവ് യു ഓൾ. താങ്ക് യു.